നമസ്കാരം. ചുവന്ന ഗ്രഹമായ ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് ക്യൂരിയോസിറ്റി റോവർ പകർത്തിയ ഒരു നിഗൂഢ ചിത്രം ശാസ്ത്രലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഒരു പാർട്ടി തൊപ്പിയുടെയോ അല്ലെങ്കിൽ ഒരു കോണിൻ്റെയോ ആകൃതിയിലുള്ള തിളക്കമുള്ള ലോഹനിർമ്മിതമായ ഈ വിചിത്ര വസ്തു 2022 ആദ്യമായി ക്യാമറയിൽ പതിഞ്ഞത്. ഏകദേശം 20 സെൻറ്റിമീറ്റർ നീളമുള്ള നിരപ്പായ അടിത്തറയുള്ള ഈ വസ്തു ചൊവ്വയിലെ ഗെയിൽ ക്രേറ്റർ എന്നറിയപ്പെടുന്ന അഗ്നിപർവ്വത മുഖത്താണ് കണ്ടെത്തിയത്. പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആവി ലോബ് ഈ അടുത്തിടെ ഇതിനെക്കുറിച്ച് വീണ്ടും പരാമർശിച്ചതോടെയാണ് ഈ പാർട്ടി തൊപ്പി വാർത്തകളിൽ ഇടം പിടിച്ചത്. ചൊവ്വയിൽ മുമ്പ് ജീവന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും അന്യഗ്രഹ നാഗരികതയുടെ അവശിഷ്ടമാണോ എന്ന തരത്തിലുള്ള ഗൗരവകരമായ ചിന്തകളിലേക്കാണ് ഈ കണ്ടെത്തൽ വിരൽ ചൂണ്ടുന്നത്. ഈ വസ്തുവിൻ്റെ ഉത്ഭവം കണ്ടെത്തുക എന്നത് നാസയുടെ പ്രഥമ പരിഗണനയായിരിക്കണമെന്ന് ആവി ലോബ് വാദിക്കുന്നു. ഇത് മനുഷ്യനിർമ്മിതമായ മാലിന്യമാകുവാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുമ്പോഴും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസാധാരണമായ ഒന്നാണോ എന്ന് പരിശോധിക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. നികുതിദായകരുടെ പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന നാസ അത്തരം നിഗൂഢതകൾ ചുരുളഴിക്കുവാൻ ബാധ്യസ്ഥമാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. നിലവിൽ ഈ വസ്തുവിൽ നിന്നും ഏകദേശം 5 മൈൽ അകലെയുള്ള മൗണ്ട് ഷാർപ്പിൻ്റെ ചരിവുകളിലാണ് റോവർ പ്രവർത്തിക്കുന്നത്. ഈ വസ്തുവിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ റോവറിനെ അങ്ങോട്ടേക്ക് തിരിച്ചയക്കണമെന്നാണ് ഗവേഷകർ ആവശ്യപ്പെടുന്നത്. എങ്കിലും ശാസ്ത്രലോകത്തെ ഭൂരിഭാഗം പേരും ഇതിന് ലളിതമായ വിശദീകരണമാണ് നൽകുന്നത്. 2012 മുതൽ ചൊവ്വയിൽ സഞ്ചരിക്കുന്ന ക്യൂരിയോസിറ്റി റോവറിൻ്റെ തന്നെ ഏതെങ്കിലും ഭാഗങ്ങൾ യാത്രക്കിടയിൽ അടർന്നു വീണതാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. വിക്ഷേപണ സമയത്തോ അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്തോ ഉണ്ടായ അവശിഷ്ടങ്ങൾ ചൊവ്വയുടെ ഉപരിതലത്തിൽ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്നുമുണ്ട്. പലപ്പോഴും ഇത്തരം വസ്തുക്കൾ കാണുമ്പോൾ അവ അന്യഗ്രഹ ജീവികളുടേതാണെന്ന തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ടെന്നും ഇത് ചൊവ്വയിലെ പാറകളുടെ സ്വാഭാവികമായ ആകൃതിയാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അന്യഗ്രഹ ജീവൻ കണ്ടെത്താനുള്ള മനുഷ്യൻ്റെ ശ്രമങ്ങളിൽ ഇത്തരം നിഗൂഢ വസ്തുക്കൾ വലിയ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ചൊവ്വയിൽ പണ്ട് സൂക്ഷ്മജീവികൾ നിലനിന്നിരുന്നു എന്നതിന് തെളിവ് തേടിയാണ് ക്യൂരിയോസിറ്റി റോവർ ഓരോ ദിവസവും സഞ്ചരിക്കുന്നത്. ഗെയിൽ ക്രേറ്ററിലെ പുരാതന തടാകങ്ങളും പാറക്കൂട്ടങ്ങളും ചൊവ്വയുടെ ഈർപ്പമുള്ള ഭൂതകാലത്തെക്കുറിച്ച് സൂചന നൽകുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ കണ്ടെത്തുന്ന ഏതൊരു അസാധാരണ വസ്തുവും ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിൽ നിലനിന്നിരുന്ന ഒരു നാഗരികതയുടെയോ അല്ലെങ്കിൽ ജീവൻ്റെയോ അവസാന അവശിഷ്ടമാകാം എന്ന പ്രതീക്ഷ ശാസ്ത്രജ്ഞരെ ആവേശം കൊള്ളിക്കുന്നു. ചൊവ്വയിൽ അന്യഗ്രഹ ജീവൻ കണ്ടെത്താനുള്ള സാധ്യതകളെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും ഉറപ്പിച്ച് പറയാനാവില്ല. എന്നാൽ ക്യൂരിയോസിറ്റി, പെർസിവറൻസ് തുടങ്ങിയ റോവറുകൾ അയക്കുന്ന വിവരങ്ങൾ ചൊവ്വ ഒരു കാലത്ത് ജീവന് അനുയോജ്യമായിരുന്നു എന്ന് ഉറപ്പിക്കുന്നുണ്ട്. ഈ പാർട്ടി തൊപ്പി പോലെയുള്ള കണ്ടെത്തലുകൾ ഒരുപക്ഷെ അവശിഷ്ടങ്ങളോ പാറകളോ ആകാം. എന്നാൽ അവ നൽകുന്ന കൗതുകം മനുഷ്യനെ പ്രപഞ്ച രഹസ്യങ്ങൾ തേടി കൂടുതൽ മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നു. ഭാവിയിൽ ചൊവ്വയിൽ നിന്ന് ശേഖരിക്കുന്ന സാമ്പിളുകൾ ഭൂമിയിലെത്തിച്ച് പരിശോധിക്കുന്നതിലൂടെ ഇത്തരം നിഗൂഢതകൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുമെന്ന് കരുതപ്പെടുന്നു. വെബ് ഡെസ്ക് തത്വമയി TV.